സുവിശേഷ സംഘടനയാണ് ഈ ആധ്യാത്മിക പ്രഭാഷണം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മനോഹരമായ ഒരു ഗാനം ചില നിമിഷങ്ങൾ നാം കേൾക്കുകയായിരുന്നു. ചില നിമിഷങ്ങൾ കൂടെ നിങ്ങളുടെ വിലപ്പെട്ട ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. പ്രിയമുള്ളവരെ, പ്രശ്നകലുഷിതമായ തകർന്നുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങൾ, മദ്യവും മയക്കുമരുന്നും കാർന്നു തിന്നുന്ന യുവലോകം, ഇവയ്ക്ക് നടുവിൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്ദേശം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കറിയാം, 100% സാക്ഷരത അവകാശപ്പെടുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ ആത്മഹത്യയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് 1.5 വയസ്സുള്ള ഒരു പിഞ്ചു കുഞ്ഞിനെ അഴിച്ച് കൈകൾ ഒടിച്ച് 12 ദിവസത്തിന് ശേഷം ആശുപത്രിയിൽ കൊണ്ടുപോയി ഡോക്ടർ പരിശോധിച്ചു നോക്കുമ്പോൾ ഏതാണ്ട് 51 മുറിവുകൾ ആ കുഞ്ഞിന്റെ ശരീരത്തിലുണ്ട്. ഇത്ര നല്ല അധമന്മാരായി മനുഷ്യൻ തീരാൻ കാരണം എന്താണ്? ആർക്കും ആരെയും സ്നേഹിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് മനുഷ്യൻ എത്തപ്പെട്ടില്ലേ? ഏകോദര സഹോദരങ്ങളെ പോലെ ഭാരതത്തിൽ ജീവിക്കുന്ന മനുഷ്യർ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലി ചാകുന്ന കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എത്രയോ കുടുംബങ്ങളാണ് ലഹരിയുടെ ഉപയോഗ നിമിത്തം കണ്ണുനീരിൽ ആയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ കൊണ്ടൊക്കെ ആർക്കെങ്കിലും മാറ്റമുണ്ടാകുമോ എന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലും ഇല്ലേ കേൾക്കുന്നവരുണ്ടാകും. പ്രിയ സുഹൃത്തെ, ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുന്നതിൽ മിക്ക ആളുകളും ഒരു കാലത്ത് ലഹരിക്കടിമകളായിരുന്നു. ജീവിതത്തിൽ സമാധാനമില്ലാത്തവരായിരുന്നു, കുടുംബത്തിൽ സമാധാനമില്ലാത്തവരായിരുന്നു. ഈ യേശുവിന്റെ സുവിശേഷമാണ് ഞങ്ങളെ രൂപാന്തരപ്പെടുത്തിയത്. ഇതൊരു ബോധവൽക്കരണമായി കേട്ടുകേൾവിയിൽ പറയുന്ന കാര്യമല്ല, മറിച്ച് ജീവിതാനുഭവത്തിൽ നിന്ന് പറയുകയാണ്. എത്രയോ ആളുകളാണ് ലഹരി ഉപയോഗിച്ച് ആത്മഹത്യയുടെ വക്കിൽ എത്തി നിൽക്കുന്നത്. ജീവിതം എടുത്തു, ഇനി മുൻപോട്ട് പോകുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മരിക്കുമെന്ന് പറയുന്ന ആത്മഹത്യാ വാർത്തകൾ അനുദിനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഞാൻ മരിക്കുമെന്ന് കുടുംബത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു തമാശ പറഞ്ഞതാണെന്ന് ചിന്തിക്കരുത്. ഇന്നല്ലെങ്കിൽ നാളെ ആ ദുരന്തം നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകാതിരിക്കുവാനാണ് ഇതുപോലെയുള്ള ആധ്യാത്മിക പ്രഭാഷണങ്ങൾ നടത്തുന്നത്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറയുന്ന ആളുകളുണ്ട്. സ്നേഹിത, നമ്മുടെ ഈ ഓച്ചിറ ടൗണിലൂടെ ഒരു ചെറുപ്പക്കാരനെ കറുത്ത തുണി കൊണ്ട് മുഖം മൂടിക്കൊണ്ട് പോലീസുകാർ കൊണ്ടുപോകുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അത് എന്റെ മകനായിരിക്കുമോ, എന്റെ ആങ്ങളയായിരിക്കുമോ, എന്റെ ഭർത്താവായിരിക്കുമോ, എന്റെ മകനായിരിക്കുമോ എന്നുള്ള ആശങ്ക ഉണ്ടാകാതിരിക്കുവാനാണ് ഇതുപോലെയുള്ള പ്രഭാഷണങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ ഉപയോഗ നിമിത്തം ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെയായി എത്രയെത്ര സംഭവങ്ങളാണ് ഈ അടുത്ത ദിവസം ഉണ്ടായത്. ഒട്ടനവധി വാഹന അപകടങ്ങൾ, ഒട്ടനവധി കൊലപാതകങ്ങൾ, ഒട്ടനവധി പ്രശ്നങ്ങൾ, ഒട്ടനവധി കുടുംബ തകർച്ചകൾ, എത്രയോ കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെടുന്നു. പോലീസിന് തലവേദനയായിക്കൊണ്ടിരിക്കുകയാണ് ലഹരിയുടെ ഉപയോഗം. മദ്യപിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമുക്കൊരാശ്വാസം പോലെ തോന്നും. പക്ഷേ മദ്യപിക്കുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞപ്പോഴും ലഹരി ഉപയോഗിക്കുന്ന എന്ന് പറഞ്ഞാൽ MDMA പോലെയുള്ള ലഹരി വസ്തുക്കൾ, രാസലഹരി ഉപയോഗിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുക. എന്റെ പ്രിയ സ്നേഹിതരെ, ഒരുത്തൻ MA-കാരനാണെന്ന് പറഞ്ഞാലും MDMA അകത്ത് ചെന്നാൽ പിന്നെ അവന്റെ അമ്മ ആരാണെന്ന് അവൻ അറിയില്ല. അതാണ് ഇതിന്റെ പ്രശ്നം. പഞ്ചസാരത്തരി പോലെ വളരെ ലഘുവായ അളവിൽ ലഭിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഈ രാസപദാർത്ഥം MDMA പോലെയുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് കുറച്ചു സമയത്തേക്കെങ്കിലും സുഖവും സന്തോഷവും ഉന്മാദവും ഒക്കെ തോന്നും. നമ്മുടെ ഡോപ്പമീനൊക്കെ അല്പം വർദ്ധിക്കും. കിട്ടുന്ന സമയത്ത് അന്നേരം വലിയ ഉല്ലാസമാണ്, സന്തോഷമാണെന്ന് തോന്നും. പക്ഷേ ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ ഈ സന്തോഷവും ഈ ഉല്ലാസവും ഒക്കെ അങ്ങ് പോകും. പിന്നെ ജീവച്ഛവം പോലെ എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഉന്മാദാവസ്ഥയിലോ അല്ലെങ്കിൽ വിഷാദാവസ്ഥയിലേക്കോ അവരായിത്തീരുന്നു. അവരുടെ കുടുംബാംഗങ്ങളെ അവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിപ്പെടുന്നു. പോലീസ് പിടിച്ചാൽ ലഹരി ഉപയോഗത്തിന് പരിഹാരം ഉണ്ടാകുന്നില്ല എന്ന് നമുക്കറിയാം. നമ്മുടെ പുത്തൻ ഗവൺമെന്റ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നതായ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി. എത്രയോ കോടിക്കണക്കിന് രൂപയുടെ വിഷവസ്തുക്കളാണ് വാങ്ങി തീയിലിട്ട് കൊണ്ടിരിക്കുന്നത്. നിയമത്തിന്റെ മുൻപിൽ അവരെ കൊണ്ടുവരികയും നമ്മുടെ സമൂഹത്തെ രക്ഷിക്കുവാൻ പോലീസ് ശ്രമിക്കുമ്പോൾ പോലീസുകാർ മാത്രം ശ്രമിച്ചാൽ നടക്കത്തില്ല. ഞാനും നിങ്ങളും ഒക്കെ പരിശ്രമിച്ചാലേ ഇത് നടക്കുകയുള്ളൂ. ഏതാനും ചില മാസങ്ങൾക്ക് മുൻപ് ഒരു പ്രിയപ്പെട്ട മാതാവിന്റെ നിലവിളി നമ്മൾ കേട്ടു. എന്താണ് സാറേ, 10 മണി കഴിഞ്ഞ് വന്ന് എന്റെ വീടിന്റെ കഥകൾ തൊട്ടുന്നത് എന്റെ മകനാണെന്ന് എനിക്കറിയാം. പക്ഷേ കഥകു തുറക്കാൻ എനിക്ക് ഭയമാ. കാരണം അവരുപയോഗിച്ചിരിക്കുന്ന
അവൻ കഴിച്ചിരിക്കുന്ന മയക്കുമരുന്നിന്റെ എഫക്റ്റ് നിമിത്തം ഞാൻ അവന്റെ അമ്മയാണെന്നോ ഇവിടെയുള്ളത് അവന്റെ സഹോദരിമാരാണെന്നോ ഈ ഇരിക്കുന്ന വാർദ്ധക്യത്തിലുള്ളവന്റെ വല്യപ്പനാണെന്നോ ഒന്നും തിരിച്ചറിയാനുള്ള കഴിവ് അവനില്ല. എത്രയെത്ര കുടുംബങ്ങളാണ് നരകതുല്യമായി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ശാസ്ത്രീയ സംവിധാനങ്ങൾക്ക് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നില്ല. പോലീസ് സംവിധാനങ്ങൾക്ക് മനുഷ്യനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നില്ല. കേരളത്തിലെ മിക്കവാറും വടക്കൻ ജില്ലയിലുള്ള എല്ലാ ജയിലുകളും സന്ദർശിച്ച് മനുഷ്യാവകാശത്തെ കുറിച്ച് ക്ലാസ് എടുക്കാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആളുകളെ ഒന്ന് പേഴ്സണലായിട്ട് പരിചയപ്പെടുമ്പം കുറ്റവാളികളായ ആളുകളെ ഒന്ന് അടുത്തു നിർത്തി അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് അവർ ഒരു കേസിന് മാത്രമല്ല പ്രതി, ഒന്നിലധികം കേസിന് പ്രതിയാ. 5ഉം 10ഉം 15ഉം കേസുകളുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്താ സുഹൃത്തെ, ഒരു പ്രാവശ്യം പോലീസ് പിടിച്ചപ്പോൾ താങ്കൾക്ക് എന്താ ഒരു മനംമാറ്റം ഉണ്ടാകാഞ്ഞേ, എന്താ പിന്നിൽ നിന്ന് പിന്തിരിയാഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവിടെ കിടക്കുന്ന ബാക്കി കുറ്റവാളികൾ എങ്ങനെയാണ് കുറ്റം ചെയ്തതെന്നും നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് എങ്ങനെ രക്ഷപ്പെടാമെന്നും അവർ കണ്ടുപിടിച്ചു. പുറത്തിറങ്ങി വീണ്ടും കുറ്റം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ ഉപദ്രവം, പോലീസ് അങ്ങനെ ഉപദ്രവിക്കാറില്ല എന്ന് പറഞ്ഞാൽ ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ലല്ലോ. എന്നാലും നിയമപ്രകാരം ചെയ്യാറില്ല, കോടതിയിലും അടിക്കുന്ന പരിപാടിയൊന്നുമില്ല, അല്ലാതെയുള്ള ഇടപാടുകളൊക്കെയാണ് നടക്കുന്നത്. പക്ഷേ പോലീസ് സംവിധാനങ്ങൾക്കോ നിയമങ്ങൾക്കോ മനുഷ്യരെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നില്ല. എന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശുദ്ധ ബൈബിൾ ഏത് കല്ലുപോലെയുള്ള ഹൃദയമുള്ളവരെയും മെഴുകുപോലെ ഉരുക്കുവാൻ കഴിയുള്ള, കുടുംബത്തിനും നാലിലും നാട്ടുകാർക്കും തലവേദന സൃഷ്ടിക്കുന്ന എത്രയോ ആളുകളെ സൽസ്വഭാവിയാക്കി, നല്ല കുടുംബനാഥനാക്കി, നല്ല ഭർത്താവാക്കി, നല്ല മകനാക്കി, നല്ല സഹോദരനാക്കി തീർക്കുവാൻ, രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന സ്നേഹത്തിന്റെ സന്ദേശമാണ് ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മതം മാറ്റമല്ല. ഒരു മതത്തിൽ നിന്ന് മാറി വേറൊരു മതത്തിലോട്ട് വരുന്നതുകൊണ്ട് എന്താ ഗുണമുള്ളത്? മനുഷ്യന് മാറ്റമുണ്ടാകണം. മതസൗഹാർദ്ദത്തിൽ പോലും വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. കാരണം അങ്ങനെ മതസൗഹാർദ്ദം സാധ്യമല്ല. കാരണം ഓരോ മതത്തിനും ആ മതത്തിൻ്റെതായ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. അത് മറ്റൊന്നുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഒരിക്കലും ചേരത്തില്ല. ഇവിടെ മതസൗഹാർദ്ദമല്ല വേണ്ടത്, മനുഷ്യ സൗഹാർദ്ദമാണ്. സകല ആളുകളും ഒരുപോലെ മനുഷ്യരാണെന്ന് ചിന്തിക്കാൻ കഴിയണം. മനുഷ്യനാണ് മാറ്റമുണ്ടാകേണ്ടത്, മനുഷ്യനാണ് സമാധാനം ഉണ്ടാകേണ്ടത്. മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. ആ നന്നാകാനുള്ള വഴിയാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്ത്രീകളെ, എന്തുകൊണ്ടാണ് ലഹരിയിലേക്ക് ആളുകൾ പോകുന്നത് ചോദിച്ചാൽ ഒട്ടനവധി കാരണങ്ങൾ അതിനോട് പറയാറുണ്ട്. ചില ആളുകൾ ലഹരിയിലേക്ക് പോകുന്നത് അവിടെ ആരോഗ്യ തകർച്ച നിമിത്തമാണ്. ചികിത്സിച്ചിട്ട് ഭേദമാകാത്ത ഏതെങ്കിലും അസുഖമുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരാൾ കുടുംബത്തിലുള്ളത് കൊണ്ടോ സമാധാനം നഷ്ടപ്പെട്ട ആളുകൾ. വേറെ ചില ആളുകൾ സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടാണ്. നമുക്കറിയാം, വെള്ളപ്പൊക്കവും കൊറോണയും ഒക്കെ നിമിത്തം എത്രയോ ദുരിതങ്ങളും നഷ്ടങ്ങളും നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിച്ചു. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ജോലി ചെയ്തിട്ടും കിട്ടുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാനും കടം വീട്ടാനും നിർവാഹമില്ലാതെ വരുന്ന ബാധ്യത ഓർത്തുകൊണ്ട്, ജപ്തി ഓർത്തുകൊണ്ട്, സാമ്പത്തിക പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് ജീവിതം മാനസികമായി തകർന്ന് മരിക്കുകയല്ലാതെ എന്റെ മുൻപിൽ വഴിയില്ല എന്ന് പറയുന്ന സാമ്പത്തിക കടക്കണിയിൽ കുടുങ്ങിയിരിക്കുന്ന ആളുകളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ആത്മഹത്യ ചെയ്യരുത്. എന്തിനാണ് ഈ പ്രഭാഷണം നടത്തുന്ന സ്നേഹിത? ആത്മഹത്യ അരുത്. താങ്കളുടെ ജീവിതത്തെ രക്ഷിച്ചെടുക്കുവാനായിട്ട് കഴിയും. ഏത് ബാധ്യതയിൽ നിന്നും താങ്കൾക്ക് രക്ഷപ്പെടാനായിട്ട് കഴിയും. സാമ്പത്തിക ബാധ്യതകൾ ആളുകളെ ആത്മഹത്യയിലേക്ക് നടത്തും. മറ്റൊന്ന്, ജാതി മതത്തിന്റെ പേരിൽ മനുഷ്യനെ പല തട്ടുകളാക്കി. നമുക്കറിയാം, ഇന്ന് ഈ സ്വാതന്ത്ര്യത്തോടെ ഇവിടെ സ്ത്രീകളും പുരുഷന്മാരുമാകുന്ന ഒരു വലിയ സംഘം തന്നെ ഇവിടെ വന്നു നിന്ന് ഇതുപോലെ പ്രഭാഷണം ചെയ്യുമ്പോൾ ഒരു 180 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ 200 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഗുരുകുല സംവിധാനം ഇല്ലായിരുന്നു എന്നല്ല പറയുന്നത്. അവിടെ എല്ലാവർക്കും മറ്റും പഠിക്കാനുള്ള അവസരം ഉണ്ടായിരുന്നില്ല. അല്പമെങ്കിലും ചരിത്രബോധമുള്ളവർക്ക് അത് മനസ്സിലാകും. എന്നാൽ കേരളത്തിൽ ഉണ്ടായിട്ടുള്ള വിദ്യാഭ്യാസമാണ് ഇന്ന് മനുഷ്യനെ ഇതുപോലെ സമൂഹത്തിൽ മാന്യമായ വസ്ത്രം ധരിച്ച് അവന്റെ ആശയം പ്രചരിപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടായത്. ഇന്ന് നമ്മൾ ഭരണഘടനയുള്ള ഒരു ഭാരതത്തിലാണ് താമസിക്കുന്നത്. ഇവിടെ എല്ലാ മനുഷ്യർക്കും അവകാശങ്ങളുണ്ട്. മറ്റൊരുവന്റെ വിശ്വാസത്തെയോ മറ്റൊരുവന്റെ ആചാരത്തെയോ ചോദ്യം ചെയ്യുവാൻ ആർക്കും അവകാശമില്ല. പക്ഷേ അവനവന്റെ വിശ്വാസത്തെ പ്രചരിപ്പിക്കുവാനും ആശയങ്ങൾ പറയുവാനുള്ള സ്വാതന്ത്ര്യമുള്ള നാടാണ് ഈ നാട്. ഇത് മതം മാറ്റം എന്നുള്ളതിനേക്കാൾ മനുഷ്യന്റെ ജീവിതത്തിൽ പരിവർത്തനമുണ്ടായി അവൻ സമൂഹത്തിൽ നല്ലവനായി തീരണം, അവൻ നല്ല ഭർത്താവായി തീരണം, നല്ല മകനായി തീരണം, നല്ല സഹോദരനായി തീരണം, നല്ല സഹോദരിയായി തീരണം. കൊലപാതകങ്ങൾ പോലെയുള്ള ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ നാട് രക്ഷപ്പെടണം. അതാണ് ഈ പ്രഭാഷണത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സ്നേഹിതരെ,
ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം വളരെ വേഗം പറഞ്ഞ് അവസാനിപ്പിച്ച് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടായ അനുഭവം ഇതുപോലെയൊക്കെ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചാൽ ആരെങ്കിലും കുഴി നിർത്തുമോ, ആരെങ്കിലും ലഹരി ഉപയോഗം നിർത്തുമോ, ആർക്കെങ്കിലും മാറ്റമുണ്ടാകുമോ? വെറുതെ കുറെ ആളുകളെ ഇങ്ങനെ ശബ്ദകോലാഹലം കൊണ്ട് ബുദ്ധിമുട്ടിക്കാമെന്നുള്ളതല്ലാതെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ എന്ന് ചോദിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, ഈ നിൽക്കുന്ന സഹോദരിമാര് ചിലരോട് ചോദിച്ചാൽ അവർ പറയും, ഈ സുവിശേഷം നിമിത്തമാണ് ഞങ്ങൾ സമാധാനം അനുഭവിക്കുന്നത്, ഈ സുവിശേഷമാണ് ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനം കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും ഈ സമാധാനദായകനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ആരാണ് സമാധാനദായകൻ? സ്നേഹവാനായ ഒരു ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹിക്കുന്നു. ദൈവത്തിന്റെ മുൻപിൽ ജാതിയും മതവും ഒന്നും വ്യത്യാസമൊന്നുമില്ല കേട്ടോ. സകല മനുഷ്യരെയും, നമ്മളെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാർ നമുക്ക് പൈസ ഉണ്ടെങ്കിൽ സ്നേഹിക്കും, അധികാരമുണ്ടെങ്കിൽ സ്നേഹിക്കും, സ്ഥാനമാനങ്ങൾ ഉണ്ടെങ്കിൽ സ്നേഹിക്കും, കഴിവുകൾ ഉണ്ടെങ്കിൽ സ്നേഹിക്കും. പാടാനോ പ്രവർത്തിക്കാനോ ആടാനോ നൃത്തം ചെയ്യാനോ ഒക്കെ കഴിവുണ്ടെങ്കിൽ ഇഷ്ടംപോലെ ആരാധകർ നമുക്കുണ്ടാകും. പക്ഷേ ഈ കഴിവുകൾ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ഇങ്ങനെ പുറത്താകും. എന്തിനധികം പറയണം, ആരോഗ്യം നഷ്ടപ്പെടുമ്പോൾ സ്വന്തം മക്കൾക്ക് പോലും നമ്മളെ വേണ്ടെന്ന് വരും. അതുകൊണ്ടല്ലേ ഈ പ്രബുദ്ധ കേരളത്തിൽ വൃദ്ധസദനങ്ങളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്നത്? മക്കൾ വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ടല്ല, സ്നേഹമില്ലാതെയായിക്കൊണ്ടിരിക്കുന്നു. സ്നേഹമെന്ന് നമ്മൾ പറയുന്നത് പലതും സ്നേഹമല്ല എന്ന് മനസ്സിലാക്കണമെന്നാൽ സ്നേഹവാനായ ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. അത് ദൈവം സ്നേഹമാകുന്നു. ആ സ്നേഹവാനായ ദൈവം തന്റെ സൃഷ്ടിയായ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ, എന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്ന് പറഞ്ഞ കാര്യം ചെയ്താലും ചെയ്യണം എന്ന് പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാലും അത് പാപമാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ആദിമ മനുഷ്യൻ നിമിത്തം സകല മനുഷ്യരും പാപികളായി തീർന്നു. അത് പണ്ടൊരാൾ പാപം ചെയ്യുന്ന കണ്ട് ഇന്നെങ്ങനെയാ പാപം വരുന്ന ചിന്തിക്കുന്ന ചിലരെങ്കിലും കാണും. സ്നേഹിത, ആദിമ മനുഷ്യൻ മുഖാന്തരം സകല മനുഷ്യരും പാപികളായി തീർന്നു എന്ന് വിശുദ്ധ ബൈബിൾ ആധികാരികമായി പറയുന്നു. എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകളാ ഞങ്ങളുടെ ഈ പ്രഭാഷണമൊക്കെ കേൾക്കുമ്പം നന്നാകണമെന്നൊക്കെ ആഗ്രഹിച്ച് പലപ്പോഴും തീരുമാനിച്ചിട്ടുണ്ട് സാറേ, അതിനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടക്കുന്നില്ല. രാവിലെ ഇറങ്ങുമ്പോൾ വിചാരിക്കും ഇന്ന് മദ്യപിക്കരുത്, ലഹരി ഉപയോഗിക്കരുത്, കുടുംബത്തിൽ നന്നായിട്ടൊക്കെ പെരുമാറണമെന്നുള്ള നല്ല ഉദ്ദേശത്തോടും ലക്ഷ്യത്തോടും കൂടെ ഒക്കെ ഇറങ്ങി തിരിച്ചിട്ടും വൈകുന്നേരം വരുമ്പോൾ പിന്നെ 4 കാലിൽ കയറി വരാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്വയമായ ഒരു മനുഷ്യന് നന്നാകാനായിട്ട് കഴിയില്ല. പാപത്തിലേക്ക് നിബന്ധിച്ച മനുഷ്യൻ സ്വയം രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശ്രമങ്ങളൊക്കെ വ്യാമോഹങ്ങളാണ്. തീർത്ഥാടനങ്ങൾ നടത്തിയാലും ദാനധർമ്മങ്ങൾ നടത്തിയാലും ശരീരം ചുടുവാനേൽപ്പിച്ചു കൊടുത്താലും ഒരു മനുഷ്യൻ രക്ഷപ്പെടുവാൻ കഴിയുമെന്ന് ബൈബിൾ പറയുന്നില്ല. പിന്നെ എങ്ങനെ പാപത്തിൽ നിന്ന് രക്ഷപ്പെടാം? പാപത്തിൽ നിന്ന് മാനവജാതിയെ രക്ഷിക്കുവാൻ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആരാണ് യേശുക്രിസ്തു? സാക്ഷാൽ ദൈവമനുഷ്യൻ മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. ആ യേശുക്രിസ്തുവിന്റെ ജനനത്തീയതി അടിസ്ഥാനമാക്കിയാണല്ലോ AD എന്നും BC എന്നും ഒക്കെ ചരിത്രത്തെ രണ്ടായി തിരിച്ച് നമ്മൾ അത് ഉൾക്കൊള്ളുകയും ഓർക്കുകയും ഒക്കെ ചെയ്യുന്നത്. കേവലം ആരുടെയോ മനോമുഖരത്തിലൂടെ കടന്നുപോയ ചില ചിന്തയോ ഒരു കെട്ടുകഥയോ അല്ല യേശുക്രിസ്തു എന്ന് പറയുന്നത്. യേശുക്രിസ്തു ചരിത്ര പുരുഷനാണ്. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ ജനനവും ജീവിതവും തന്റെ ഉപദേശവും മരണവും അടക്കവും ഉയർത്തെഴുന്നേൽപ്പും നിസ്തുല്യമാണ്. അതിന് പരം വെക്കാൻ വേറെ ലോകത്തിലൊന്നുമില്ല. എത്രയെത്ര ധനവാന്മാരും എത്രയെത്ര കോടീശ്വരന്മാരും എത്രയെത്ര തത്വചിന്തകന്മാരും എത്രയെത്ര മഹത്തുക്കളും എത്രയെത്ര ചരിത്രകാരന്മാരും ഒക്കെ സാഹിത്യകാരന്മാരൊക്കെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ സമൂഹത്തിന് വേണ്ടി പല നന്മകളും ചെയ്തു. എന്നിട്ട് അവരൊക്കെ മരിച്ച് മണ്ണടഞ്ഞ് അവരുടെ കല്ലറ അടഞ്ഞു കിടക്കുമ്പോൾ ഞങ്ങൾ വിശ്വസിക്കുന്ന, ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുകയാണ്. അവിടെ ഇപ്രകാരം എഴുതിയിട്ടുണ്ട്, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. മറ്റാരെ പ്രസംഗിക്കുന്നതിനേക്കാൾ ഞങ്ങൾക്ക് അഭിമാനം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുമ്പോഴാണ്. എന്തിനാ പ്രസംഗിക്കുന്നത്? ആ യേശുക്രിസ്തു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. ആ യേശുക്രിസ്തു ഇന്നും പാപത്തെ മോചിക്കുന്നു. ആ യേശുക്രിസ്തു ഇന്നും തകർന്ന കുടുംബങ്ങളെ പണിതെടുക്കുന്നു. മനുഷ്യരാശിയെ സ്നേഹത്തിന്റെ ഭാഷയിലേക്ക് കൊണ്ടുവരുവാൻ ഇവിടെ ഈ ആശയം പറയുമ്പോൾ ഞങ്ങളാരും കുറുപടി ഉപയോഗിക്കുന്നില്ല, ഞങ്ങളാരും വാൾ ഉപയോഗിച്ചല്ല, ഒരായുധം ഉപയോഗിച്ചല്ല. സ്നേഹത്തിന്റെ ഭാഷയിൽ എന്ന് പറഞ്ഞാൽ ഒരു കരണത്തടിക്കുന്നവരെ മറുകരണം കാണിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഞങ്ങൾ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചവൻ, ഉപദ്രവിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ആ സ്നേഹത്തിന്റെ മാർഗം, ആ സ്നേഹവാനായ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അത് നമ്മൾ വിശ്വാസത്താൽ എന്ന് പറഞ്ഞാൽ, സഹോദര സഹോദരി, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്കപ്പുറം യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ
ക്രൂശിതനായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത് എന്റെ പാപപരിഹാരത്തിനായിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ഏൽക്കേണ്ട ശിക്ഷ എനിക്ക് പകരമായി യേശു ക്രിസ്തു അനുഭവിച്ചു എന്ന് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നിങ്ങൾക്കും ഈ രക്ഷ സ്വായത്തമാക്കാം. നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ എത്ര കടും ചുവപ്പാണെങ്കിലും